മുനമ്പം മനുഷ്യക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. മനുഷ്യക്കടത്തിനായി ബോട്ട് വാങ്ങിയവരെ തിരിച്ചറിഞ്ഞു. കടൽമാർഗം മനുഷ്യക്കടത്തിന് പുറംവാതിൽ തുറന്നിട്ട് മുനമ്പം ഹാർബർ. പ്രളയബാധിതരുടെ പരാതികൾ സ്വീകരിക്കുവാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തന്റെ ഇടപെടൽ മൂലം റവന്യൂ ഉദ്യോഗസ്ഥർ നടപടികൾ ഊർജിതമാക്കിയതായും ചെന്നിത്തല. മേലൂർ പുഷ്പഗിരിയിൽ പുലിഭീതി ഒഴിയാതെ പ്രദേശവാസികൾ. പുലിയെ പിടികൂടാൻ വനപാലകരുടെ ശ്രമം തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് തുടക്കമായി. ഒന്നാം നാൾ പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നം. നമസ്കാരം. വാർത്തകൾ വിശദമായി. മുനമ്പം മനുഷ്യക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. മനുഷ്യക്കടത്തിനായി ബോട്ട് വാങ്ങിയവരെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം മുനമ്പത്തു നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗുകളാണ് മനുഷ്യക്കടത്ത് സംബന്ധിച്ച സൂചന നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുനമ്പം ചെറായി വഴി ബോട്ടിൽ ഓസ്ട്രേലിയയിലേക്ക് ആളുകളെ കടത്തിയതായി സൂചന ലഭിച്ചത്. ചെറായിയിലെ സ്വകാര്യ റിസോർട്ടിൽ സംഘം താമസിച്ചതായും പറയപ്പെടുന്നു. മുനമ്പം വഴി ഇവരെ കടത്താനായി ബോട്ട് വാങ്ങിയ ശ്രീകാന്തൻ, ശെൽവം എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 42 പേരടങ്ങുന്ന സംഘം മുനമ്പത്തു നിന്നും ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് എന്നു പേരുള്ള ദ്വീപിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ശ്രീകാന്തൻ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്നു. ദില്ലി അംബേദ്കർ നഗറിൽ നിന്നുള്ള തമിഴ് വംശജരും തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികളുമാണ് ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കടൽമാർഗം അതിരുകടക്കാൻ പുറംവാതിൽ തുറന്നിട്ട് മുനമ്പം ഹാർബർ. മനുഷ്യക്കടത്തിലൂടെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായ മുനമ്പം ഹാർബർ ജലഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം തുറന്ന വഴിയാണ്. മുനമ്പം ഹാർബറിൽ നിന്നും ദിവസം എത്ര ജലയാനങ്ങൾ കടലിൽ പോകുന്നുവെന്നോ തിരികെ വരുന്നുവെന്നോ കണക്കില്ല. അതുതന്നെയാണ് ഈ ജലപാതയെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രിയങ്കരമാക്കുന്നതും. മുനമ്പം കേന്ദ്രീകരിച്ച് 2000-ഓളം ബോട്ടുകളാണ് കടലിൽ പോകുന്നത്. ഇവയിൽ എത്ര തൊഴിലാളികൾ പണിയെടുക്കുന്നു, അവർ എവിടുത്തുകാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാളില്ല. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എറണാകുളം ജില്ലയിൽപ്പെട്ട മുനമ്പത്ത് പരിശോധന നടത്താൻ അധികാരമില്ല. ഇക്കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പിന് കീഴിൽ അഴീക്കോട് പുതിയ മറൈൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. വാടകയ്ക്കെടുത്ത ഒരു ബോട്ടും ഫിഷറീസ് വകുപ്പിനുണ്ട്. എന്നാൽ മറൈൻ സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ ഇനിയും ആളെത്തിയിട്ടില്ല. ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന ജലയാനങ്ങളെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് അവ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പല ബോട്ടുകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി പണിയെടുക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഇടയിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. കടലിൽ പോകുന്ന ബോട്ടുകളിൽ പരിശോധന നടത്തി തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖകൾ ബോധ്യപ്പെട്ട ശേഷം മാത്രം കടലിലേക്ക് വിടുകയും തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ അനധികൃത യാത്രകൾ തടയാൻ കഴിയും. ജനപങ്കാളിത്തത്തോടെയുള്ള കടലോര ജാഗ്രതാ സമിതികൾ കൂടുതൽ ശക്തമാക്കുകയും പ്രവർത്തനം വിപുലീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിരീക്ഷണം ശക്തമാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. TCV കൊടുങ്ങല്ലൂർ. മത്സ്യബന്ധന യാനങ്ങളിൽ മുമ്പനാണ് 100 അടി ബോട്ടുകൾ. 100-ഉം അതിലധികവും അടി നീളവും അതിനൊത്ത ഉയരവുമുള്ള ഇത്തരം ബോട്ടുകളാണ് മനുഷ്യക്കടത്ത് ഏജന്റുമാരും ഉപയോഗിക്കുന്നത്. 15,000 ലിറ്റർ ഇന്ധനവും 50ഓളം ആളുകളെയും ഉൾക്കൊള്ളുന്ന അറകളാണ് ഈ ബോട്ടുകളുടെ സവിശേഷത. മീനും ഐസും സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം അറകൾ ചിലപ്പോഴെങ്കിലും മനുഷ്യക്കടത്ത് പോലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാറുണ്ട്. 1 കോടിയോളം രൂപ നിർമ്മാണ ചെലവ് വരുന്ന 100 അടി ബോട്ടുകൾ മനുഷ്യക്കടത്തിന് ശേഷം ഏജന്റുമാർ ഉപേക്ഷിക്കുകയാണ് പതിവ്. വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്ക് വേണ്ടി മുനമ്പത്തും അഴീക്കോട്ടെ പടന്നയിലും ഇത്തരം ബോട്ടുകൾ നിർമ്മിച്ചതായുള്ള വിവരത്തെ തുടർന്ന് തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. മനുഷ്യക്കടത്ത് ചൂടുള്ള വാർത്തയായി മാറുമ്പോൾ 100 അടി ബോട്ടുകൾക്ക് വില്ലൻ പരിവേഷമാണ് ലഭിക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. നഷ്ടപരിഹാരം ലഭിക്കാത്ത പ്രളയബാധിതരുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുവാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പരാതികൾ സ്വീകരിക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രളയബാധിതരുടെ കാര്യത്തിൽ ജാഗ്രതാ നടപടികൾ ആരംഭിച്ചതായി ചെന്നിത്തല. ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്ത പ്രളയബാധിതരായവരിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്ന തൃശൂർ ജില്ലയിലെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. വിവിധ ജില്ലകളിലായി ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രളയ ദുരിതത്താൽ ഇപ്പോഴും നട്ടം തിരിയുന്നത്. വെള്ളം കയറിയ വീടുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപ വരെ ഇനിയും ലഭിക്കാത്ത 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. കന്നുകാലികൾ ചത്തൊടുങ്ങിയ ക്ഷീര കർഷകരുടെയും സ്ഥിതി മറിച്ചല്ല. തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിനും സർക്കാർ ഫണ്ട് നൽകിയിട്ടില്ല. പൂർണ്ണമായും തകർന്ന വീടുകളെപ്പോലും 75% താഴെ കേടുപാടുകൾ സംഭവിച്ച പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 75% കൂടുതൽ നാശനഷ്ടമുണ്ടെങ്കിൽ പുതിയ വീട് നൽകുമെന്ന പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ തന്ത്രമെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി.
പ്രളയബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ പക്കൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ല. ഇതെല്ലാം സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രശ്നത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് തന്റെ ദൗത്യമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ചാലക്കുടി SNG ഹാളിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പരാതി നൽകാനെത്തിയിരുന്നു. വീട് നഷ്ടപ്പെട്ട അറയ്ക്കൽ പുതുക്കാട്ടുകാരൻ അന്നത്തിന്റെ പരാതിയാണ് ആദ്യം സ്വീകരിച്ചത്. വാഴച്ചാൽ ആദിവാസി കോളനിയിലെ 19 കുടുംബങ്ങളുടെ പരാതിയും ചെന്നിത്തലയ്ക്ക് കിട്ടി. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എബി ജോർജ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. TCV ചാലക്കുടി. മേലൂർ പുഷ്പഗിരിയെ ഭീതിയിലാഴ്ത്തിയ പുലിയെ പിടികൂടാൻ വനപാലകരുടെ ശ്രമം തുടരുന്നു. നാട്ടുകാർ പുലിയെ കണ്ട ഭാഗങ്ങളിൽ 4ഇടത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രികളിൽ പുലിയുടെ സഞ്ചാരം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ക്യാമറകളുടെ സ്ഥാനങ്ങൾ ഓരോ ദിവസവും മാറ്റുകയാണ്. അതേസമയം വടക്കുംതല കുഞ്ഞപ്പന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കെണിക്കൂട് 4 ദിവസമായിട്ടും അവിടെ തന്നെ തുടരുകയാണ്. ദിവസങ്ങളോളം ഒരിടത്ത് തന്നെ കൂട് വയ്ക്കുന്നതാണ് പുലിയെ കുടുക്കുന്ന രീതിയെന്ന് അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ പറഞ്ഞു. നേരം ഇരുട്ടിയാൽ ആളുകൾ പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ് ഇവിടെ. പുഷ്പഗിരിക്ക് പുറമെ അടിച്ചിലി, കുന്നപ്പിള്ളി, പൂലാനി എന്നിവിടങ്ങളിലെ ജനങ്ങളും പുലി ഭീതിയിലാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ 1ാം നാൾ പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമായി. രാവിലെ ക്ഷേത്രാങ്കണത്തിൽ കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ സവാസിനി പൂജ നടത്തി. ദീർഘസുമംഗലി വരത്തിനായി അവിലും പഴവും മറ്റും നിവേദിക്കുന്ന ചടങ്ങ് ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറയിലാണ് നടന്നത്. കുടുംബി സമുദായത്തിന്റെ വകയായുള്ള ആടിനെ നടത്തള്ളലും 1ാം താലപ്പൊലിയുടെ ഭാഗമാണ്. തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെത്തിക്കുന്ന ആടുകളെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ആടിനെ നടത്തള്ളൽ. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി എത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. ബുധനാഴ്ച നടക്കുന്ന ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ CPIയിലെ VS രേവതിയെ LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. സുഷ ബാബുവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPI ജില്ലാ കമ്മിറ്റിയാണ് രേവതിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. LDF യോഗം ഇതിന് അംഗീകാരവും നൽകി. DCCയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. ആൻഡ്രൂ തോമസ് നേതൃത്വം നൽകുന്ന വിഭാഗത്തെ കൌൺസിലറാണ് സുഷ. പ്രതിപക്ഷ നേതാവ് AP ബാബു നേതൃത്വം നൽകുന്ന വിഭാഗം 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക DCCക്ക് നൽകിയിരുന്നെങ്കിലും ആൻഡ്രൂ തോമസ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെയാണ് അംഗീകരിച്ചത്. സുഷയ്ക്ക് വോട്ട് ചെയ്യാൻ DCC പ്രസിഡന്റ് വിപ്പ് നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 11-ന് കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. 43 അംഗങ്ങളുള്ള കൌൺസിലിൽ 21 അംഗങ്ങളാണ് LDFനുള്ളത്. സ്വതന്ത്ര അംഗമായ പ്രൊഫസർ PK ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് LDF ഭരണത്തിൽ തുടരുന്നത്. UDFന് 20 അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. ഗുരുവായൂർ നഗരസഭാ കൌൺസിലറെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സണെ കണ്ടെത്തുവാനായുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട കോൺഗ്രസ് കൌൺസിലർ TK വിനോദ് കുമാറിനെയാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് AP ബാബു നേതൃത്വം നൽകുന്ന വിഭാഗത്തിലാണ് വിനോദ് ഉൾപ്പെടുന്നത്. ഈ വിഭാഗം നിർദ്ദേശിച്ച ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ DCC അംഗീകരിച്ചിരുന്നില്ല. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ആമ്പല്ലൂരിൽ ദേശീയപാത മുറിച്ച് കടക്കുന്നതിനിടെ കാർ ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു. പാലക്കാട് പാടൂർ കളത്തിൽ കുഞ്ചുവിന്റെ മകൻ 52 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. തൃശൂരിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. പുതുക്കാട് പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിൽ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിന് മുകളിൽ നിന്ന് വീണ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്ങര നമ്പുള്ളിപ്പുറമ്പത്ത് മുരളിയാണ് മരിച്ചത്. കിഴക്കേ നടയിലെ 7 നിലയുള്ള സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിനു മുന്നിൽ രാവിലെ 7ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അബദ്ധത്തിൽ വീണതാണോ ആത്മഹത്യയാണോ എന്ന് അറിവായിട്ടില്ല. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നത് മറ്റു ജീവനക്കാർ കണ്ടിരുന്നു. ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 4ാം നിലയിൽ നിന്ന് വീണതാണെന്നാണ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും.
വിമുക്ത ഭടനായ ഇയാൾ 6 വർഷമായി ഈ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ നിർമ്മാണ തൊഴിലാളി മരിച്ചു. ഇടുക്കി സ്വദേശി തൊടുവായിൽ വീട്ടിൽ 56 വയസ്സുള്ള രാജൻമോനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ഇടിച്ച ആംബുലൻസിൽ തന്നെ രാജൻമോനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൻപീടികയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് രാജൻമോൻ. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റബ്ബർ ഫാക്ടറിക്ക് തീപിടിച്ച് 3 ലക്ഷം രൂപയുടെ നഷ്ടം. ചൊവ്വാഴ്ച പുലർച്ചെ 3:30യോടെയാണ് കുമ്പളങ്ങാട് വ്യാസ കോളേജ് റോഡിൽ ചോലക്കുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഗ്ലോബൽ റബ്ബർ പ്രൊഡക്ട്സിൽ തീപിടുത്തമുണ്ടായത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി ഏറെ പരിശ്രമത്തിന് ശേഷമാണ് തീയണച്ചത്. അപകട കാരണം വ്യക്തമായിട്ടില്ല. പുന്നമ്പറമ്പ് സ്വദേശി വറീദ് ചിറ്റിലപ്പിള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാക്ടറി. അഗ്നിബാധയിൽ ഫാക്ടറിയിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഹർത്താലിനിടെ വാടാനപ്പള്ളിയിൽ നീതി ടെക്സ്റ്റൈൽസ് അടിച്ചു തകർത്ത സംഭവത്തിൽ 9 BJP പ്രവർത്തകർ അറസ്റ്റിൽ. വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ മണ്ണാംപുറമ്പത്ത് സുനിൽ, കുറുപ്പത്ത് വീട്ടിൽ ഹരിപ്രസാദ്, വൻപുള്ളിപ്പറമ്പിൽ മിഥുൻ, തിലക്, പനക്കപ്പറമ്പിൽ ധനീഷ്, ഇയാനി കോരോത്ത് സന്തോഷ് കുമാർ, ഇത്തിക്കാട്ട് വീട്ടിൽ മനോഹരൻ, തൃത്തല്ലൂർ സ്വദേശികളായ പഴഞ്ചേരി വീട്ടിൽ ജോജിൻ, കോരത്ത് വീട്ടിൽ അരുൺദാസ്, നടുവിൽക്കര സ്വദേശി പൂവത്തുംപറമ്പിൽ ഷൈജു എന്നിവരാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി SI MK രമേശും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-ന് നടന്ന ഹർത്താലിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആക്രമണത്തിൽ ടെക്സ്റ്റൈൽസിന്റെ ചില്ലുകൾ തകർന്നിരുന്നു. പ്രതികളെ ചാവക്കാട് കോടതിയിൽ ഹാജരാക്കി. നിയമത്തിന്റെ നൂലാമാലകൾ മറികടന്ന് തെരുവിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അന്ത്യോദയ റേഷൻ കാർഡ് കൈമാറി. അവകാശങ്ങളും ആനുകൂല്യങ്ങളുമില്ലാതെ വലപ്പാട്, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ 9 കുടുംബങ്ങൾക്കാണ് E.T. ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ റേഷൻ കാർഡ് നൽകിയത്. ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ E.T. ടൈസൺ MLAയും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രൂപവൽക്കരിച്ച പുനരധിവാസ കമ്മിറ്റിയും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റേഷൻ കാർഡ് വിതരണം നടത്തിയത്. നേരത്തെ ഈ കുടുംബങ്ങൾക്ക് വാസസ്ഥലമൊരുക്കൽ, തൊഴിലവസരങ്ങൾ കണ്ടെത്തൽ, കുട്ടികളുടെ സ്കൂൾ പ്രവേശനം, ആധാർ കാർഡ് വിതരണം എന്നിവ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് E.T. ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ ജോസി ജോസഫ്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, N. അനൂപ്, പട്ടികജാതി വികസന ഓഫീസർ P. ഗിരീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PY സാജിദ തുടങ്ങിയവർ പങ്കെടുത്തു. സഹപാഠിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കരിക്കാട് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് ഭക്ഷ്യമേള. സ്വന്തം വീടുകളിൽ നിന്നും ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്ന് അവ തങ്ങളുടെ രക്ഷിതാക്കൾക്ക് തന്നെ വിൽപ്പന നടത്തി 8 വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്താൻ നടത്തിയ ശ്രമം അപൂർവ സുന്ദരമായ കാഴ്ചയായി. സർവ്വസാധാരണക്കാരായ ഒരു പറ്റം കുട്ടികൾ, എല്ലാവരും 10 വയസ്സിന് താഴെയുള്ളവർ. 3ാം തരം വിദ്യാർത്ഥിയായ 8 വയസ്സുകാരൻ ഇർഫാൻ ചികിത്സയ്ക്ക് പണമില്ലാതെ സങ്കടപ്പെടുന്ന കാര്യമറിഞ്ഞ് കുട്ടികൾ മറ്റുള്ളവർക്ക് മുന്നിൽ സങ്കടം തീർക്കാതെ സ്വയം പണം കണ്ടെത്താനുള്ള ശ്രമം ആലോചിക്കുകയായിരുന്നു. കാര്യമറിഞ്ഞ അധ്യാപകരാണ് ആദ്യം പിന്തുണയും ആശയവും നൽകിയത്. എല്ലാവരും സ്വന്തം വീടുകളിൽ നിന്നും തങ്ങൾക്ക് കഴിയുന്ന ഭക്ഷണം ഉണ്ടാക്കിയെത്തിക്കുക എന്നതായിരുന്നു ആശയം. ഭക്ഷ്യമേള എന്ന പേരിൽ രക്ഷിതാക്കളെ മുഴുവൻ ക്ഷണിച്ചു. അച്ചാറും പായസവും പലഹാരങ്ങളുമായി നാടൻ രുചിക്കൂട്ടുകൾ എല്ലാവരും വാശിയോടെ തന്നെ വാങ്ങി. വിൽപ്പനയ്ക്കായി കുട്ടികൾ തന്നെ. വില പറയുന്നതും പണം വാങ്ങുന്നതും അവർക്ക് പുത്തൻ അനുഭവവുമായി. ബാംഗ്ലൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇർഫാന് അടുത്ത ദിവസം സർജറി നിശ്ചയിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സ്വരൂപിച്ച പണം അടുത്ത ദിവസം തന്നെ ഇർഫാന്റെ പിതാവിന് കൈമാറും. തങ്ങളുടെ കളിക്കൂട്ടുകാരന് വേണ്ടി തങ്ങൾക്കാവുന്നത് ചെയ്യാനായി എന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. TCV ന്യൂസ്, കുന്നംകുളം. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. നേർച്ചയുടെ വരവറിയിച്ച് മുട്ടുമിളി ആരംഭിച്ചു. ജാറത്തിൽ നടന്ന കൂട്ട സിയാറത്തിന് ശേഷം മണത്തല ജുമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൊട്ടാരത്തിൽ അബ്ദുൽ ഗനി, ജനറൽ സെക്രട്ടറി VT മുഹമ്മദ് അലി എന്നിവർ ചേർന്നാണ് കൊടിയുയർത്തിയത്. ഈ മാസം 28, 29 തീയതികളിലാണ് നേർച്ചയുടെ പ്രധാന ആഘോഷങ്ങൾ നടക്കുക. സാമൂതിരി രാജാവിന്റെ പടത്തലവനായിരുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണയായാണ് നേർച്ചയാഘോഷത്തിലൂടെ പുതുക്കുന്നത്. പാലക്കാട് സദരിയ മുട്ടുമിളി സംഘം ഇനി 15 നാൾ ചാവക്കാട്, തിരുവത്ര, ബ്ലാങ്ങാട്, ഒരുമനിയൂർ മേഖലകളിൽ നേർച്ചയുടെ വരവറിയിച്ച് മുട്ടിവിളിക്കും.
കൊടികയറ്റ ശേഷം നേർച്ച വിതരണം നടന്നു. കമ്മിറ്റി പ്രസിഡന്റ് ഹിമാമുദ്ദീൻ റംജു സേട്ട്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ധീരനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ സ്മരണയോടൊപ്പം സഞ്ചരിക്കാൻ മുടങ്ങാതെ 40-ാം വർഷവും ബദരിയ മുട്ടുംവിളി സംഘം മണത്തലയിൽ എത്തി. മുട്ടിനനുസരിച്ച് വിളിയും വിളിക്കനുസരിച്ച് മുട്ടുമായി വിളിച്ചുണർത്താൻ പാലക്കാട് കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണത്തലയിൽ എത്തിയിരിക്കുന്നത്. ഹുസൈൻ ഉസ്താദ് 16-ാം വയസ്സിൽ തുടങ്ങിയ മുട്ടുംവിളി കേൾക്കാത്തവർ വിരളമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദ്റിലെയും ഉഹ്ദിലെയും ഷഹീദായ ശുഹദാക്കളുടെ പ്രകീർത്തനവുമായാണ് ഹുസൈനും സംഘവും മണത്തലയും പ്രദേശവും ചുറ്റുന്നത്. മണത്തല പള്ളി കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ മക്ബറകളിലും ഹുസൈൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ബദരിയ മുട്ടുംവിളി സംഘം എത്താറുണ്ട്. മക്കം ഫത്തഹ്, ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, വമ്പൂറ്റ ഹംസ എന്നീ ബൈത്തുകളും മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകളുമാണ് ഉസ്താദും സംഘവും അവതരിപ്പിക്കുന്നത്. ചീനി, മുരശ്, ഒറ്റ, ഡോൾ, ചിലമ്പ് എന്നീ വാദ്യോപകരണങ്ങളുമായാണ് ജനങ്ങളെ ഇവർ ആനന്ദത്തിൽ ആറാടിക്കുന്നത്. നേർച്ചയുടെ വിളംബരമറിയിച്ച് മകരം 1-ന് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന മുട്ടുംവിളി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ വലിയ സ്വീകരണവും ആദരവുമാണ് ലഭിക്കുന്നതെന്ന് ഉസ്താദ് പറയുന്നു. 16-ാം വയസ്സിൽ ഉസ്താദ് അമീർ ഷായുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഈ മഹത്തായ കലാരൂപം പ്രായം തളർത്താതെ ഉസ്താദ് ഇന്നും അവതരിപ്പിക്കുകയാണ്. TCV ചാവക്കാട്. CPM വിചാരിച്ചാൽ കേരളത്തിൽ നടക്കാത്തതായി ഒന്നുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPM ഗുരുവായൂർ കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങപ്പുറം മാനന്തേടത്ത് രാധാകൃഷ്ണന് CPM പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതി വഴി സംസ്ഥാനത്ത് എല്ലാവർക്കും വാസയോഗ്യമായ വീട് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KV അബ്ദുൽ ഖാദർ MLA, ചാവക്കാട് നഗരസഭ അധ്യക്ഷൻ NK അക്ബർ, ഗുരുവായൂർ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ KP വിനോദ്, മുൻ നഗരസഭ അധ്യക്ഷരായ പ്രൊഫസർ PK ശാന്തകുമാരി, TT ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരുവനായ വന്ധീകരണ പരിപാടിയായ ABC പദ്ധതിക്ക് ചാവക്കാട് വെറ്ററിനറി ആശുപത്രിയിൽ തുടക്കമായെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിയിപ്പും പഞ്ചായത്തുകൾക്ക് ലഭിച്ചില്ലെന്ന് ആക്ഷേപം. പദ്ധതി പ്രകാരം ഓരോ പഞ്ചായത്തിനും 75,000 രൂപ നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രവർത്തനവും നടന്നിട്ടില്ല. തുടർന്നാണ് കുടുംബശ്രീയെ പദ്ധതി നടത്തിപ്പേൽപ്പിച്ചതായി അറിയുന്നത്. എന്നാൽ പഞ്ചായത്തുകൾക്ക് ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തെരുവനായ ആക്രമണം നടന്നത് കടപ്പുറം പഞ്ചായത്തിലാണ്. പഞ്ചായത്തുകളെ അറിയിക്കാതെ പദ്ധതി കുടുംബശ്രീയെ ഏൽപ്പിച്ചത് വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. തിരുത്തിക്കാട് ബണ്ട് നിർമ്മാണത്തിന് കോൺക്രീറ്റ് വേസ്റ്റ് നിറഞ്ഞ മണ്ണ് കൊണ്ടുവന്നത് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ബണ്ടിലേക്കുള്ള മലിനജലം തടയുന്നതിന് ഇടത്തോടുകൾ പോലും കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ ലോറിയിലെത്തിച്ച മണ്ണ് കരാറുകാരൻ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറായി. കോൾപ്പാടങ്ങളിൽ ഇത്തരത്തിൽ നല്ല മണ്ണിനു പകരം കോൺക്രീറ്റ് വേസ്റ്റുകൾ നിറഞ്ഞ മണ്ണ് ഉപയോഗിച്ചാൽ ബണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇറിഗേഷൻ ഓഫീസറെ നാട്ടുകാർ മണ്ണ് കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പ്രതിഷേധത്തിൽ BJP പ്രവർത്തകരായ P. അജിത്, നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പൂനെയിൽ നടന്ന ഖേലോ ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി കേരളത്തിന്റെ അഭിമാനമായി മാറിയ പന്നിത്തടം ചെറുമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി KH സ്വാലിഹയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മത്സരം കഴിഞ്ഞ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സ്വാലിഹയെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. എയ്യാൽ കുണ്ടുപറമ്പിൽ ഹമീദിന്റെയും റജിലയുടെയും മകളായ സ്വാലിഹ അണ്ടർ 17 ഗേൾസ് ഹൈജമ്പിലാണ് ദേശീയ തലത്തിൽ സ്വർണം നേടിയത്. ദേശീയ സ്കൂൾ കായികമേളയിലും സ്വാലിഹ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരുന്നു. ജനപ്രതിനിധികൾ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് കാട്ടുകാരൻ, ദേശീയ താരം KR സാംബശിവൻ, സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പാൾ ബീന ഉണ്ണി തുടങ്ങിയവരും പുഷ്പഹാരവും പൊന്നാടയും അണിയിച്ചു. സ്വാലിഹയുടെ പരിശീലകരായ CP ആൻഡോ, VG സുമ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്,
കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ മുരിങ്ങൂരിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവറെ മന്ത്രി VS സുനിൽകുമാറിന്റെ പൈലറ്റ് വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. തകർന്ന ഓട്ടോയിൽ നിന്ന് പരിക്കേറ്റയാളെ പുറത്തെടുക്കാനും മന്ത്രി ഒപ്പം കൂടി. ആശുപത്രിയിലെത്തിയ മന്ത്രി അരമണിക്കൂറിന് ശേഷമാണ് സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നിന്നും പോയത്. കോന്നൂർ സ്വദേശി ജസ്റ്റിനാണ് പരിക്കേറ്റത്. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ പിന്നിൽ ലോറി വന്നിടിക്കുകയായിരുന്നു. ഈ സമയത്താണ് ചെങ്ങന്നൂരിലേക്കുള്ള യാത്രയ്ക്കിടെ മന്ത്രി അതുവഴി വന്നത്. ഉടനെ കാറിൽ നിന്നിറങ്ങിയ സുനിൽകുമാർ പോലീസിനൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ താഴെയിറക്കാനാണ് ജനങ്ങൾ ഒന്നിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഏങ്ങണ്ടിയൂർ അഞ്ചാംകല്ലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ഒ അബ്ദുറഹ്മാൻ കുട്ടി, മനോജ് തച്ചപ്പുള്ളി, ഇർഷാദ് കെ ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള DCC ഭാരവാഹികളുടെയും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെയും അവലോകന യോഗം നടത്തി. KPCCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി N വേണുഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി K ബാബു, KPCC സെക്രട്ടറി TM സക്കീർ ഹുസൈൻ, DCC ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ആനക്കല്ല്, അമ്മാടം, പെരിങ്ങോട്ടുകര പൊതുമരാമത്ത് റോഡ് റബ്ബറൈസ്ഡ് ചെയ്യുന്ന പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. പള്ളിപ്പുറം മുതൽ പെരിങ്ങോട്ടുകര സെന്റർ വരെയാണ് റോഡ് റബ്ബറൈസ്ഡ് ചെയ്യുന്നത്. റോഡിനോടനുബന്ധമായി കലുങ്കുകൾ, കിണർ, ബസ് സ്റ്റോപ്പ്, കോൺക്രീറ്റ് കാന, പാർശ്വഭിത്തി മുതലായവ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി കനകരാജ് ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് K രാമചന്ദ്രൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി, ചേർപ്പ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരളം താണിശ്ശേരിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. തൃപ്രയാർ സ്വദേശി ചേർക്കര തണ്ടയാൻ വീട്ടിൽ ബിനു സോയാൻ, വലപ്പാട് ബീച്ച് സ്വദേശി അമ്പലപ്പുഴ വീട്ടിൽ ബിൻഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവസ്വം അടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി പ്രകാശൻ തിരുമേനി അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. നിരവധി ഭക്തർ പങ്കെടുത്തു. കമ്മിറ്റി ഭാരവാഹികളായ PT സുരേന്ദ്രൻ, V ഭാസ്കരൻ, MT വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമഗ്ര ശിക്ഷ തൃശൂർ അർബൻ റിസോഴ്സ് സെന്റർ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സുരീലി ഹിന്ദി പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായുള്ള പഠനോപകരണങ്ങളുടെ പ്രദർശനവും വിതരണവും അരണാട്ടുകര ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. കൌൺസിലർ പ്രിൻസി രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. BPO ബെന്നി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ പ്രകാശ് ബാബു കിറ്റുകൾ വിതരണം ചെയ്തു. നെല്ലുവായി മുല്ലയ്ക്കൽ വടക്കുംവാതിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വയും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി രാമചന്ദ്രൻ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് CD ദീപക്, സെക്രട്ടറി TS സനൂഷ്, ട്രഷറർ MK സ്വരൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മതിലകം എമ്മാട് TR അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി മുഖ്യാതിഥിയായി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CN നസീർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ET ടൈസൺ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 11,50,000 രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈഭവം പദ്ധതി ആരംഭിച്ചു. SSLC വിജയം മെച്ചപ്പെടുത്തുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാന അധ്യാപിക MS പ്രേംസി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി പ്രധാന അധ്യാപകൻ MS സിറാജ് അധ്യക്ഷനായി. മരത്തങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ഗീത, സ്റ്റാഫ് സെക്രട്ടറി P നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ചേർപ്പ് SI SR സനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആശാ വർക്കേഴ്സിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തായംകുളങ്ങര സെന്ററിൽ കരുത്തു പകരാൻ കരങ്ങൾ കോർക്കാം എന്ന തെരുവ് നാടകവും അരങ്ങേറി. പാലിയേറ്റീവ് ഗുണഭോക്താക്കൾ വീടുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയും സംഘടിപ്പിച്ചിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും വടക്കാഞ്ചേരി ബ്ലോക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ഷൈല അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ, ചെയർപേഴ്സൺ പ്രീതി സതീഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രശ്മി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് രോഗികൾക്ക് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. പാലിയേറ്റീവ് കെയർ ദിന റാലിയും പാലിയേറ്റീവ് ആശാ വർക്കർമാരുടെയും തേജസ് കോളേജ് വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ചാവക്കാട് നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മഹേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ട രോഗികൾക്കുള്ള പലവ്യഞ്ജന കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ചേറൂർ മാർ ഗീവർഗീസ് സഹദ പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ നിപുൺ അറക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഡീക്കൻ ഫ്രെഡി ഡോൺ സഹകാർമ്മികത്വം വഹിച്ചു. 18, 19, 20 തീയതികളിലാണ് തിരുനാൾ. പാവറട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബു വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്ററിൽ നടന്ന ബോധവൽക്കരണ സന്ദേശയാത്ര SI ബിന്ദുലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉസ്മാൻ എരവളപ്പിൽ അധ്യക്ഷനായിരുന്നു. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, ദേവസൂര്യ കലാവേദി, ആക്സ് പാവറട്ടി, ലയൺസ് ക്ലബ്ബ് തുടങ്ങിയ സംഘടനാ പ്രവർത്തകർ സന്ദേശയാത്രയിൽ അണിനിരന്നു. NP അബൂബക്കർ, EK ടോണി തുടങ്ങിയവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ ജോയി മൂക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ഫെബിൻ കുത്തൂർ നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ ബിൻഡോ കുര്യൻ, ട്രസ്റ്റിമാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:30 ഗോപുര സമർപ്പണവും തുടർന്ന് നടക്കുന്ന കൊടിയേറ്റ് കർമ്മവും ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി നിർവഹിക്കും. ഉത്സവ ദിനമായ ഈ മാസം 24-ന് വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരക്കും. 25-ന് നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസ്, VK ശശിധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നൂരുപ്പാപ്പയുടെ ആണ്ട് നേർച്ച നടത്തി. പ്രസിഡന്റ് MM മൂസാൻ കൊടി ഉയർത്തി. ഖത്തീബ് KA അൻസിഫ് വാഫി ഖത്തം ദുവായ്ക്കും കൂട്ട സിയാറത്തിനും നേതൃത്വം നൽകി. പള്ളി സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ ഭക്ഷണം വിതരണം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KK മൊയ്തീൻകുട്ടി, വാർഡ് മെമ്പർ രാജൻ, സ്കൂൾ മാനേജർ ബേബി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് സൗജന്യ ക്യാൻസർ നിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യ ഷോബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി ജോയ് അധ്യക്ഷത വഹിച്ചു. ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ അഞ്ജലി, ഡോക്ടർ ലക്ഷ്മി തുടങ്ങിയവർ പരിശോധന നടത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല മോഹൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
റവന്യൂ വകുപ്പും ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി ചാവക്കാട് പ്രകൃതി ദുരന്ത പുനരധിവാസ അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജി അനന്തകൃഷ്ണൻ, ജില്ലാ ലീഗൽ സർവീസസ് സെക്രട്ടറി സബ് ജഡ്ജി KP ജോയ്, ഡെപ്യൂട്ടി കളക്ടർ ഹുസൈൻ, തഹസിൽദാർ, മറ്റ് റവന്യൂ ജീവനക്കാർ, ലീഗൽ സർവീസസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആകെ 73 കേസുകളാണ് അദാലത്തിൽ പരിഗണനയ്ക്ക് വന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപ്പു സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടകര പഞ്ചായത്തിലെ കാരൂരിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. BD ദേവസി ML ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, വൈസ് പ്രസിഡന്റ് KS സുധ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉച്ചതിരിഞ്ഞ് നടന്ന ഭഗവതിയുടെ കോലമെഴുന്നള്ളിപ്പിന് മേളം അകമ്പടിയായി. തുടർന്ന് നടക്കൽപ്പറ, ഗുരുതി എന്നിവയുണ്ടായി. വൈകിട്ട് താഴത്തെ കാവിലേക്ക് എഴുന്നള്ളിപ്പിന് ശേഷം വിവിധ പൂര കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു. തൈക്കാട് പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടത്തിയ സന്ദേശ റാലി നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ M രതി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TS ഷെനിൽ, ശൈലജ ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ സാന്ത്വന ചികിത്സാ പദ്ധതിയായ സ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. BD ദേവസി MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സുധ, ഡോക്ടർ ദീപ്തി രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ലൈഫ് കെയർ മൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹ സാന്ത്വന സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ RV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നൂറുനിസ ഹൈദരലി അധ്യക്ഷത വഹിച്ചു. RV അലി, RV ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പൂക്കോട് ഭഗവതിക്കാവിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ശിവേലി എഴുന്നള്ളിപ്പിന് കേളത്ത് സുന്ദരൻ മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയേകി. ദീപാരാധനയ്ക്ക് ശേഷം നാഗസ്വര കച്ചേരി, രാത്രി കാവടിയാട്ടം, താലപ്പൊലി എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ഒല്ലൂരിൽ പാലിയേറ്റീവ് ദിന റാലിയും ഫ്ളാഷ് ബോംബും നടത്തി. മേയർ അജിത വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാലിയേറ്റീവ് ദിന റാലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒല്ലൂർ SI ബെന്നി ജേക്കബ് പാലിയേറ്റീവ് സന്ദേശം നൽകി. ഒല്ലൂർ സ്വാമി ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അശ്വിൻ, കൌൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടൂർ ശങ്കരക്കണ്ടത്ത് ഉത്സവപ്പറമ്പിലെ വഴിയോര കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത സംഭവത്തിൽ ഒരു പ്രതി പോലീസ് പിടിയിലായി. അവണൂർ സ്വദേശി രാഹുലിനെയാണ് പേരാമംഗലം SI ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികൾക്കു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കല്ലൂർ ഭാരതമലയിൽ തടി കയറ്റിവെന്ന മിനി ലോറിയുടെ മുൻഭാഗം ഉയർന്നത് അപകടത്തിനിടയാക്കി. അമിതഭാരം കയറ്റിവെന്ന മിനി ലോറി കയറ്റം കയറുന്നതിനിടെയായിരുന്നു സംഭവം. ഡ്രൈവറെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുത്തനെയുള്ള കയറ്റത്തിൽ അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. പൊയ്യ പഞ്ചായത്തിലെ മാള പള്ളിപ്പുറത്ത് പൈപ്പ് പൊട്ടി ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നു. പരിസരവാസികൾ നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന അവസരത്തിലാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. പാലയൂർ ശ്രീ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ശ്രീ പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും പൂത്താലം വരവ്, കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തിരുവത്ര കോട്ടപ്പുറം മാരിയമ്മൻ ശ്രീ ഹനുമാൻകുട്ടി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടന്നു. തന്ത്രി ദുണ്ടുമഠം ബാലചന്ദ്രൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. വൈകിട്ട് 3-ന്
ക്ഷേത്രത്തിൽ നിന്ന് MD ജനാർദ്ദനൻ മണത്തലയുടെ ചെണ്ടമേളത്തോടു കൂടിയ എഴുന്നള്ളിപ്പ്, രാത്രി താലം വരവ്, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കാട്ടൂരിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെയും NSS യൂണിറ്റുകളുടെയും നേതൃത്വത്തിലായിരുന്നു റാലി. റാലി കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന രഘു അധ്യക്ഷയായിരുന്നു. ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ ഉമേഷ്, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലമ്പാറ പതിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയോടെ ഗജവീരന്റെ അകമ്പടിയോടെ പൂരം പുറപ്പാടും, തുടർന്ന് കല്ലമ്പാറ ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടെ പൂരം എഴുന്നള്ളിപ്പും നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും ഉണ്ടായിരുന്നു. കാക്കശ്ശേരി ശ്രീ പാവുട്ടക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വാസികളായ നിരവധി വനിതകൾ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രത്തിലെ മകരപത്താമുദയ വേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തിയുടെ കാർമ്മികത്വത്തിൽ മുനിയാന്ദ്രനന്ദ കൊടി കയറ്റി. ക്ഷേത്രം ഭാരവാഹികളായ MD പ്രകാശൻ, ചക്കരാത്ത് സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക യാത്ര ബുധനാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. ഉച്ചയ്ക്ക് ഓട്ടുപാറയിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങ് സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആലങ്കോട് ലീലാകൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥയ്ക്ക് വടക്കാഞ്ചേരി, മണ്ണുത്തി, തൃശൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി CV പോലൂസ്, സംഘാടക സമിതി ചെയർമാൻ MR സോമനാരായണൻ, കൺവീനർ MB സുരേഷ്, A ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് മേൽശാന്തി പ്രിനിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി വരവും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുനമ്പം മനുഷ്യക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. മനുഷ്യക്കടത്തിനായി ബോട്ട് വാങ്ങിയവരെ തിരിച്ചറിഞ്ഞു. കടൽ മാർഗം മനുഷ്യക്കടത്തിന് പുറംവാതിൽ തുറന്നിട്ട് മുനമ്പം ഹാർബർ. പ്രളയബാധിതരുടെ പരാതികൾ സ്വീകരിക്കുവാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തന്റെ ഇടപെടൽ മൂലം റവന്യൂ ഉദ്യോഗസ്ഥർ നടപടികൾ ഊർജിതമാക്കിയതായും ചെന്നിത്തല. മേലൂർ പുഷ്പഗിരിയിൽ പുലിഭീതി ഒഴിയാതെ പ്രദേശവാസികൾ. പുലിയെ പിടികൂടാൻ വനപാലകരുടെ ശ്രമം തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലിപ്പുലിക്ക് തുടക്കമായി. ഒന്നാം നാൾ പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നം. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നാളെ. CPIയിലെ VS രേവതിയും കോൺഗ്രസിന്റെ സുഷാ ബാബുവും മത്സരരംഗത്ത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.